സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നൊരു ഫോർകാസ്റ്റ് സ്പ്രെഡാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാനായിട്ട് പുറപ്പെടുമ്പോൾ നമുക്ക് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാവും. പുതിയ കാര്യം തുടങ്ങുകയാണെങ്കിൽ ഇത് സക്സസ് ആവുമോ അല്ലെങ്കിൽ മറിച്ച് എന്തെങ്കിലും ആവുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് സാധാരണ. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ്റെ സിറ്റുവേഷൻ നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് കാർഡ്, മുകളിലുള്ള കാർഡ് കറൻറ്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് ഒരു ക്യാരക്ടറിൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഇവിടെ മജിഷ്യൻ എന്നുള്ള കാർഡാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല കാർഡാണ്. നമ്പർ 1 ആണ്. യൂണിവേഴ്സൽ കാർഡാണ്. മേജർ ആർക്കാന കാർഡാണ്. അപ്പോൾ പുതിയൊരു കാര്യം ഭാവിയിലേക്ക് തുടങ്ങാൻ വേണ്ടി നിശ്ചയിക്കുന്ന ഒരു കാർഡാണ്. ഭാവിയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് വരുന്ന കാർഡാണ് ഈ നമ്പർ 1. പുതിയ തുടക്കം, ദൈവിക പശ്ചാത്തലത്തിലുള്ള ഒരു യൂണിവേഴ്സൽ സപ്പോർട്ടുള്ള സ്പിരിച്വലായിട്ട് ഇൻറ്റ്യൂഷനുള്ള ഒരു കാർഡാണിത്. അതായത് നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാനായിട്ട് പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കും. നിങ്ങൾ തുടങ്ങുന്ന കാര്യത്തിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ മാനിഫെസ്റ്റേഷൻ ഉണ്ടാവും. എല്ലാ ഫീൽഡിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവുന്നു, മാനിഫെസ്റ്റേഷൻ നടക്കുന്നു എന്നുള്ള ഒരു പോസിറ്റീവ് കാർഡാണ് ദ മജിഷ്യൻ എന്നുള്ള കാർഡ്. അതിന് താഴെ വരുന്നത് നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്താണ്. ഇപ്പോൾ താഴെ വരുന്നത് 6 of Wands ആണ്. അപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യങ്ങളെ, ഏത് വെല്ലുവിളികളെ നേരിടാനാണ് ഇപ്പോൾ നിങ്ങൾ ശ്രമിക്കാൻ പോകുന്നത് വെച്ചാൽ അതിൽ നിങ്ങൾക്ക് സക്സസ്സും അച്ചീവ്മെൻറ്റും ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതായത് ആ സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നു. അപ്പോൾ അടുത്ത വശത്തെ കാർഡ് എന്താണ് കൺഫ്യൂഷൻ? അത് 8 of Cups ആണ്. 8 of Cups എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്സ് ഇമോഷൻസിനാണ്. അപ്പോൾ ഒന്നിലോ ബന്ധങ്ങളിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ യാഥാർത്ഥ്യ മൂല്യങ്ങൾക്ക് വിരുദ്ധമായൊരു സാഹചര്യം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബന്ധം, അതിൽ നിന്ന് വളരെ ദുഃഖത്തോടെ എല്ലാം ഉപേക്ഷിച്ച് തൻ്റെ ഇമോഷൻസിനെയും തൻ്റെ സ്പിരിച്വലായിട്ടുള്ള പാഷനെയൊക്കെ മുൻനിർത്തി ഒരു യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ കാണുന്നത്. വളരെ വേദനയോടുകൂടി എല്ലാം ഉപേക്ഷിച്ചിട്ട് ചില കടുത്ത തീരുമാനങ്ങളെടുത്ത് ഒരു യാത്രയ്ക്ക് പുറപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമോഷണലി വെല്ലുവിളികളെ നേരിടേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ യാത്രയ്ക്ക് ഒരുങ്ങുന്നത്. അതാണ് ഇവിടെ ഫസ്റ്റ് കാർഡ് കറൻറ്റ് സിറ്റുവേഷൻ വന്നത്. അതായത് പുതിയൊരു കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്നു. അതൊരു പുതിയ ബന്ധമായാലും കരിയറായാലും ഏതൊരു സാഹചര്യങ്ങളായാലും അതൊരു പുതിയ തുടക്കത്തിൻ്റെയാണ്. തീർച്ചയായിട്ടും അതിൽ സക്സസ് ഉണ്ടാവും. പോസിറ്റീവായിട്ടുള്ള കാർഡാണ്. അതായത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാനിഫെസ്റ്റേഷൻ നടക്കും. പിന്നെ അതിൻ്റെ താഴെയുള്ള കാർഡ് എന്താണ് അറിയാത്തത് നോക്കുമ്പോൾ ആ സാഹചര്യങ്ങളെ, ആ വെല്ലുവിളികളെ നിങ്ങൾ സധൈര്യം കഠിനാധ്വാനത്തോടെ നേരിടുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയം സംഭവിക്കുന്നു. ഇനി പിന്നത്തെ ലാസ്റ്റ് കാർഡ് നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ 9 of Cups ആണ്. തീർച്ചയായിട്ടും വിജയമുണ്ടാവുന്നു, സന്തോഷമുണ്ടാവുന്നു, ബന്ധങ്ങളിൽ സംതൃപ്തി ഉണ്ടാവുന്നു. 9 of Cups പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് കാർഡ്, അതായത് ആഗ്രഹ സബലീകരണം നടന്ന കാർഡ്, വിഷ് ഫുൾഫിൽമെൻറ്റ്, പിന്നെ സന്തോഷം, ബന്ധങ്ങളുടെ സംതൃപ്തി, വിജയം, അതൊക്കെയാണ് ഈ 9 of Cups എന്നുള്ള കാർഡ്. അപ്പോൾ ഇതാണ് ഈ സ്പ്രെഡിലെ ടാരോയുടെ ഗൈഡൻസ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണവരെ പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.